ോടൊപ്പമുള്ളത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. നിലമ്പൂരിലാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലമ്പൂരിലുണ്ട്. എങ്ങനെയാണ് നിലമ്പൂരിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രചരണവും പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്? നിലമ്പൂരിൽ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം മൊത്തമായി നിലമ്പൂരിലുണ്ട്. MLA-മാരെല്ലാവരും തന്നെയുണ്ട്. വളരെ സജീവമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങള് നിലമ്പൂരിന്റെ വിജയം അത് ഈ ഗവൺമെന്റിന് കൊടുക്കേണ്ട ഒരു താക്കീതാണ്. ആ താക്കീതൂടെ കൊടുക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ വിജയത്തിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ലീഗും UDF-ലെ എല്ലാ കക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ഭിന്നതയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, UDF-ന് അതർവൈസ് മേൽക്കൈയുള്ളൊരു സ്ഥലം. പിന്നെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ താല്പര്യം. കാരണം ആന്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ ദുർഭരണത്തിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ജനങ്ങൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു വലിയ വിജയം ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് താഴെത്തട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ അമരമ്പലം, എന്തെങ്കിലും ചുക്കത്ര 2-3 പഞ്ചായത്ത് ഒഴിച്ചിട്ട് ബാക്കി ഇപ്പോൾ കർളായിലായാലും മുത്തേടത്തായാലും വഴിക്കടവിലായാലും പിന്നെ മുനിസിപ്പാലിറ്റിയിലായാലും അവിടെയൊക്കെ നമ്മൾ പിന്നെ കുടുംബയോഗങ്ങളും ഒക്കെ പങ്കെടുത്ത് വരുമ്പോൾ മനസ്സിലാകുന്ന വലിയ റെസ്പോൺസാണ് ജനങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയേണ്ടതില്ല. അവര് പിന്നെ ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഈ ലീഗുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ രൂപപ്പെട്ടിരുന്നു. തങ്ങൾ കുടുംബം വിട്ടുനിന്നു, ഒപ്പം തന്നെ ഈ ലീഗ് പ്രവർത്തകർക്കിടയിൽ ചില സ്വാരസ്യങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള വിവാദങ്ങളോടുള്ള പ്രതികരണം എന്താണ്? ഇതൊരു വളരെ ബാലിശമായ ചില ചോദ്യം. കാരണം ഈ തങ്ങൾ വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയായിരുന്നല്ലോ. മനോഹർ തങ്ങള് ദുബൈയിലായിരുന്നല്ലോ. ഇന്നിപ്പോ തന്നെ ഞാനിപ്പോ മുത്തേടത്തെ ഒരു പിന്നെ യോഗത്തില്, പിന്നെ കുടുംബയോഗത്തിലും മറ്റു പല സ്ഥലങ്ങളും ഞാനും അബ്ബാസ് തങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. സാധുക്കൽ തങ്ങൾ ഇന്നലെ പൂർണ്ണമായിട്ടൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നാളെയുണ്ട്, മറ്റന്നാളുമുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയൊന്നുമില്ല. തങ്ങളുടെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങി UDF-ന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് പാർട്ടി. ഇതിപ്പോ പിന്നെ തൃശ്ശൂര് സ്ഥാനാർത്ഥിയെ CPI വെച്ചിട്ട് CPM കാലുവാരുന്ന പാർട്ടി അല്ല ഇത് ലീഗാണ്. ലീഗ് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലീഗുകാരുടെ പ്രവർത്തനം ഏറ്റവും സജീവമായി നിലമ്പൂർ നടക്കും. ആര്യാടൻ ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷം ലീഗ് മേഖലകളിൽ ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല എന്ന് മാത്രമല്ല, വമ്പിച്ച ഭൂരിപക്ഷമായിരിക്കും ആര്യാടൻ. നമുക്ക് വോട്ടെണ്ണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു തർക്കവും ഉണ്ടാവില്ല അക്കാര്യത്തിൽ. ഇന്ന് 24 പുറത്തോട്ടൊരു വാർത്തയുണ്ടായിരുന്നു. അതായത് തിരുവമ്പാടിയിൽ KMCC ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അതിലേക്ക് അൻവറിനെ ക്ഷണിക്കുന്നു. ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്ന തരത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇല്ലല്ല, പാർട്ടി ഇത് നിഷേധിച്ച പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമുള്ള ഒരു കാര്യമല്ല. നിലമ്പൂരിന് പുറത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് എന്റെ വ്യക്തമായിട്ട് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, പാർട്ടി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. പാർട്ടി ഓൾറെഡി നിഷേധിച്ചു കഴിഞ്ഞു. അതിനൊന്നും യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്തൊരു കാര്യമാണ്. മുമ്പങ്ങ് തീരുമാനിച്ച ഒരു പ്രോഗ്രാം ആയിരിക്കാം, എനിക്കറിയില്ല വ്യക്തമായി. പക്ഷെ അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ടതൊന്നുമില്ല. ഒരു പാർട്ടി നേതാക്കളും അവിടെ പങ്കെടുക്കില്ല. ഒരു താഴേത്തട്ടിലുള്ള നേതാക്കൾക്ക് ഉൾപ്പെടെ ആരും പങ്കെടുക്കാൻ ഒരു സാധ്യതയില്ല അങ്ങനെ ഒരു പ്രോഗ്രാമിൽ. നിലമ്പൂരിൽ നമുക്കറിയാം, UDF-ന്റെ ഒരു വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കും മുസ്ലിം ലീഗ് സമാഹരിക്കുന്ന വോട്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സമാഹരിക്കുന്ന വോട്ട്, ആ വോട്ട് തന്നെയായിരിക്കും നിലമ്പൂരിലെ വിജയത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും പ്രധാനപ്പെട്ട ഘടകം. ഉദ്ദേശിച്ചതുപോലെയുള്ള പ്രവർത്തനം, മുസ്ലിം ലീഗ് തീരുമാനിച്ചതുപോലെയുള്ള ഒരു പ്രവർത്തനം നടത്താൻ നിലമ്പൂരിൽ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് തീരുമാനിച്ച അതേപടി അക്ഷരം പ്രതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM ഇസ്ലാം സാഹിബ് പൂർണ്ണമായി ഇവിടെ തന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ ദിവസവും ഇവിടെ വന്ന് അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങന്മാരെല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളെല്ലാവരും അതായത് സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളൊക്കെ എല്ലാ പണിയും മാറ്റിവെച്ച് ഞാനിപ്പോൾ വഴിക്കടവിൽ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഓരോ സ്ഥലത്തും നിന്നുകൊണ്ട് നോക്കുകയാണ്. ഒരു തരത്തിലും നമ്മുടെ പ്രവർത്തനത്തിൽ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് എനിക്ക് നല്ല കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ആ കാര്യത്തിൽ. എത്ര ഭൂരിപക്ഷം നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്തിന്? തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയ്ക്കൊരു ട്രെൻഡ് ഉണ്ട്. മലപ്പുറം ജില്ലയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ആ ട്രെൻഡിന് പറ്റുന്ന ഒരു ഭൂരിപക്ഷം. മലപ്പുറം ജില്ലയുടെ ഭൂരിപക്ഷത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. UDF-ന് മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന മറ്റ് മണ്ഡലങ്ങളിൽ കിട്ടുന്ന ഭൂരിപക്ഷത്തിനോടൊപ്പം പിടിക്കുന്ന ഒരു ഭൂരിപക്ഷം നിലമ്പൂരിൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിനുണ്ടാവും. നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുസ്ലിം പ്രകടനം. പിണറായി വിജയൻ മണ്ഡലത്തിലെത്തിയതിനു ശേഷം ആദ്യം പറഞ്ഞത് ഫലസ്തീനെ പിന്തുണയ്ക്കുന്നു, ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രം എന്നുള്ളതാണ്. ഒപ്പം തന്നെ മുൻപ് പിണറായി വിജയൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പല പ്രസ്താവനകളും നിലമ്പൂരിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു നിലപാട് എന്താണ്? അല്ല, മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന മുഴുവൻ അവസരവും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അവരതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇഷ്യൂവില്
തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നു. സത്യത്തിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധി നടത്തിയ സ്റ്റേറ്റ്മെന്റാണ്. അതായത് ഇന്ത്യ എന്ന രാജ്യം ഇസ്രയേലുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന നിലപാടിനോട് പുച്ഛം തോന്നുന്നു, അത് ലജ്ജാകരമാണ് എന്ന് പറഞ്ഞ വാക്കാണ് അതിന്റെ യഥാർത്ഥ വാക്ക്. കാരണം 2014 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിരുന്ന ഒരു നയമുണ്ട്. ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം ഇസ്രയേലിന് അനുകൂലമായി എടുത്തിരിക്കുന്നത്. അതിനെതിരെയുള്ള സംസാരം നടത്താൻ പിണറായി വിജയൻ തയ്യാറല്ല. പിണറായി വിജയൻ മറ്റൊരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ പറയാൻ അദ്ദേഹം തയ്യാറല്ല എന്ന് മാത്രമല്ല, പിന്നെ കോൺഗ്രസ് സർക്കാരിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി BJPയോടൊപ്പം കൂട്ടുകൂടിയവരാണ് അവരാണ് ഈ നയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാൻ കാരണക്കാരായി മാറിയത്. അവരുടെ നയങ്ങളായിരുന്നു എന്നത് സത്യമാണ്. തീർച്ചയായും ഇത്തരം വിഷയങ്ങളും നിലമ്പൂരിൽ ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ. അല്ല, തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാനുള്ള വേഗമുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എടുത്തിരിക്കുന്ന ഈ PR ഏജൻസികളും മറ്റോരും എടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓരോന്ന് പറയുമ്പോഴും അതിന്റെ കള്ളത്തരത്തെയും കപടതയും തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിപ്രായം പറയുന്ന ജനങ്ങളാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗും UDF ഉള്ളത്. വളരെ മികച്ച പ്രവർത്തനം മണ്ഡലത്തിൽ താഴെ തട്ടിലടക്കം നടത്തുന്നു എന്നുള്ളതാണ് ലീഗിന്റെയും ഒപ്പം തന്നെ UDFന്റെയും നിലവിലെ പ്രതീക്ഷ. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.